നല്ലൊരു യാത്രയുടെ തുടക്കം. യാത്ര ആനന്ദവും വിജ്ഞാനപ്രദവുമാണ്. യാത്രയുടെ ജുഗൽബന്ദിയിൽ നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കാണുമെന്ന് കൂട്ടുകാർക്കും അറിയണ്ടേ? പ്രിയ കൂട്ടുകാർക്ക് അടുത്ത മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്രോം കി ജുഗൽബന്ദിയിലെ ആദ്യ പാഠഭാഗം കിട്കി. अंशु करबंदा की लघुकथा किटकी. उनका जन्म दिल्ली में 31 अक्टूबर 1971 में था. അദ്ദേഹത്തെ അവരുടെ ജനനം ദില്ലിയിൽ 1971 ഒക്ടോബർ മാസം 31 തീയതി. अध्यापिका, लेखिका और रेडियो कलाकार भी है. मुख्य रचना है उजल होती भार. നമുക്ക് അഞ്ചു കർബന്തയുടെ കിട്കിയിലേക്ക് പ്രവേശിക്കാം. होशियारपुर से शादी का बुलावा आया था. होशियारपुर से किसका बुलावा आया था? बुलावा आया था എന്ന് വെച്ചാൽ നിമന്ത്രൺ, ക്ഷണം വന്നു. किसका? शादी का निमंत्रण आया, शादी का बुलावा आया. ट्रेन से जाने का निश्चय किया. किस पर का जाने का निश्चय किया? शादी का निमंत्रण आए तो किस पर जाने का निश्चय किया? ട്രെയിൻ से യാത്ര करने का निश्चय किया. അപ്പോൾ എന്താണ് തീരുമാനിച്ചത്? ട്രെയിനിൽ യാത്ര ചെയ്യാൻ. लेकिन सर्दी हल्की हल्की दस्तक देने लगी थी. സർദി ദസ്തക് ദേനെ ലഖി എന്ന് പറഞ്ഞാൽ ശൈത്യകാലം തുടങ്ങി. അപ്പോഴേക്കും എന്തു തുടങ്ങി? സർദി ദസ്തക് ദേനെ ലഖി, തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഇസ്ലിയെ സോച്ച, അതുകൊണ്ട് ചിന്തിച്ചു, ചലോ ഇസ് ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച് മേ സഫർ കാ ആനന്ദ് ലിയാ ജായേ. അതുകൊണ്ട് ഇത്തവണ എ സിയിൽ യാത്ര ചെയ്യാതെ ജനറൽ കോച്ച് യാത്ര ചെയ്യുന്നത് സന്തോഷകരമായിരിക്കുമെന്ന് ചിന്തിച്ചു. ഷാദി കാ ബുലാവ് ആത്തെ സമയ സർദി ദസ്തക് ദേനെ ലഗി. തബ് വേ ക്യാ സോച്ച? അപ്പോൾ അവരെന്താണ് ചിന്തിച്ചത്? സർദി ദസ്തക് ദേനെ ലഗി തോ വേ സോച്ച കി ഇസ് ബാർ എ സി കെ ബജായ് ജനറൽ കോച്ച് പർ യാത്ര കരേം. ജനറൽ കോച്ചിൽ എന്ത് ചെയ്യാം? നമുക്ക് യാത്ര ചെയ്യാം. പഹലെ ബീബി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയേ. എന്നാൽ ജനറൽ കോച്ച് യാത്ര ചെയ്യുന്നതിന് ഭാര്യയും കുട്ടികളും ആദ്യം ദേഷ്യപ്പെട്ടു. ബീബി ബച്ചെ ജനറൽ സെ ജാനെ പർ നാരാസ് ഹുയേ. ക്യോം? എന്തുകൊണ്ടാണ് ജനറൽ പോകാനായി ദേഷ്യപ്പെട്ടത്? ബീബി ബച്ചെ ട്രെയിൻ സെ എ സി മേ യാത്ര കർണേക്കാ നിശ്ചയിക്കുക. എ സിയിലാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ലേക്കിൻ സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി. നേരിയ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ഇസ്സെ ജനറൽ കോച്ച് സെ യാത്ര കർണേക്കാ നിർണയ ലിയ. അതുകൊണ്ടാണ് ജനറൽ കോച്ച് യാത്ര ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. തബ് വേ നാരാസുയ. അപ്പോഴാണ് അവർ ദേഷ്യപ്പെട്ടത്. പർ ഫിർ ദോടി ന നുഗർ കെ ബാദ് മാൻ ഗയേ. ന നുഗർ എന്ന് വെച്ചാൽ വിയോജിപ്പ്. നമ്മൾ നഹിം നഹിം എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ വിയോജിച്ചെങ്കിലും പിന്നീടത് അംഗീകരിച്ചു. ധോടി ഞാൻ നുഗർ കെ ബാദ് മാൻ ഗേ. കിസ്കേലിയ മാൻ ഗേ? എന്തിനാണ് അവർ അംഗീകാരം കൊടുത്തത്? ജനറൽ കോച്ച് സേ കോച്ച് മേ സഫർ കർണേക്കാ മാൻ ഗേ. ജനറൽ കോച്ച് യാത്ര ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലിയിൽ നിന്നും ഏകദേശം 8 മണിക്കൂർ യാത്ര. ദില്ലി സെ ഹോഷിയാർപൂർ തക്ക് കിത്തനെ ഘണ്ടെ കാ സഫർ താ. എത്ര മണിക്കൂർ യാത്രയുണ്ടായിരുന്നു? 8 ഘണ്ടെ കാ, 8 മണിക്കൂറിൻ്റെ. സീറ്റ് ബുക്ക് ധി. സീറ്റ് ബുക്ക് ചെയ്തു. തോ സ്യാദാ പരേശാനി നഹീം ഹുയി. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. യാത്രാമീൻ കൊയ് പരേശാനി നഹീം ഹുയി. ക്യോം? യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ക്യോം? എന്തുകൊണ്ട്? പരേശാനി നഹീ ഹുയി ക്യോം കി എന്തുകൊണ്ടാൽ സീറ്റ് ബുക്ക് ധി. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു. ബച്ചോംനെ ജഡ് കിട്കി വാലി സീറ്റ് ചബഡ്ലി. കുട്ടികൾ പെട്ടെന്ന് ജനാല സീറ്റ് പിടിച്ചു. സാരാ സാമാൻ സീറ്റ് പർ മൈം ഔർ പത്നി ബാത്തോം മേം മഷ്ഹൂൽ ഹോ ഗയേ. സാരാ സാമാൻ സീറ്റ് സെറ്റ് കർ. എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും ഭാര്യയും സംഭാഷണത്തിൽ മുഴുകി. കഥയുടെ ആദ്യ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലെത്തുന്നതുവരെ ഏവർക്കും നമസ്കാരം.